ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സരിക പ്രസാദ് ലൈഫ് ആൻഡ് മൈൻഡ് സെറ്റ്. നമ്മളിന്ന് ഓവർ തിങ്കിങ് എന്താണ്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ച് ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതേ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളായാലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്തുന്നതിനെക്കാട്ടിലും കൂടുതൽ അതിനെ പേടിച്ച് അതേപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇതാണ് ഈ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയാനാണെങ്കിൽ, നമ്മളെ കയ്യിൽ നിന്നൊരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ ഞാൻ എന്തുകൊണ്ടത് ചെയ്തു, ഇനി എന്താകും, മറ്റുള്ളവർ എന്ത് കരുതും എന്നിങ്ങനെ അതേ കാര്യം വീണ്ടും വീണ്ടും മനസ്സിലിട്ട് ആവർത്തിച്ച് മനസ്സിനെ ഒന്ന് ടയേർഡാക്കി മാറ്റുന്ന ഒരവസ്ഥ, ഇതാണ് ഈ ഓവർ തിങ്കിങ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു ചിന്തയല്ല ഈ ഓവർ തിങ്കിങ്, മറിച്ച് പരിഹാരമില്ലാതെ അതേ ചിന്തകളിൽ വീണ്ടും വീണ്ടും കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഓവർ തിങ്കിങ്. ഈ ഓവർ തിങ്കിങ് കുറയ്ക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം ചിന്തകൾ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു ചിന്തകളിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. നല്ല ചിന്തകൾ മാത്രം നമ്മളിലേക്ക് എടുക്കുക, മോശം ചിന്തകൾ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോബ്ലംസിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പം നമ്മളുടെ കൺട്രോളിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ചിട്ട് ഒന്നും നടക്കാനില്ല. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമത്തെ കാര്യം പ്രവർത്തനത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. നമ്മളിപ്പം ഈ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് പേടിച്ച് അങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തത് ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നുള്ളതാണ്. ഇതും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴുള്ള നിമിഷത്തിൽ ജീവിക്കുക. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പേടി അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വിഷമം, ഇതൊക്കെയാണ് നമ്മളെ കൂടുതൽ സ്ട്രെസ് ഔട്ട് ആക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോഴുള്ള ഈ നല്ല നിമിഷത്തെ ആസ്വദിച്ച് ജീവിക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഓവർ തിങ്കിങ് കുറയ്ക്കാനായിട്ട് പറ്റും. ശരീരവും മനസ്സും ഫുൾ ടൈം ഓണാക്കി വയ്ക്കുക, അതാണ് അഞ്ചാമത്തത്. അതായത് നടക്കാൻ പോവുക, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ, ഇഷ്ടമുള്ള ഹോബീസ്, ഇതൊക്കെ നമ്മളെ മനസ്സിനെ കൂടുതൽ ശാന്തമാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകം ഓർക്കുക, എല്ലാ ചിന്തകൾക്കും ഉത്തരം കിട്ടണം എന്നില്ല. മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുക, ഇത് തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കണം, അല്ലാതെ ചിന്തകൾ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.